ലാസ്റ്റ് ഓഫ് അസ് പാർട്ട് 1 പാർട്ട് 2 ഒരു ഗെയിമിനെ കൊണ്ട് ഇത്ര അധികം ഒരു കിഡിലെ സ്റ്റോറി ടെല്ലിംഗ് നടത്താൻ പറ്റുമെന്ന് മനസ്സിലായത് ഈ രണ്ട് ഗെയിംസ് കളിച്ചപ്പോഴാണ്. രണ്ട് ഗെയിംസ് ഉണ്ട്. ഇതിൽ പാർട്ട് 1 2014 എന്തോ ഇറങ്ങിയതാണ്. അതിനുശേഷം ഒരു റീമേക്ക് ഉണ്ടായി 2022 PS5 വേണ്ടി അവർ ഈ ഗെയിം റീമേക്ക് ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ പാർട്ട് 2 ഉണ്ട്. ഈ ഗെയിം വളരെ അൾട്രാ റിയലിസ്റ്റിക് ആണ്. ഇതിലുള്ള ഓരോ ക്യാരക്ടേഴ്സ്, ആ ക്യാരക്ടേഴ്സിനുള്ള ഇമോഷൻസ്, അതുപോലെ ഈ ഒരു ഗെയിം നടക്കുന്ന ഈ ഒരു വേൾഡ് ടോട്ടലി ഭയങ്കര റിയലിസ്റ്റിക് ആണ്. ഇത് നമ്മൾ ഒരു പോയിന്റ് കഴിയുമ്പോഴേക്കും നമ്മൾ ഗെയിം കളിക്കുകയാണെന്ന് മറന്നു പോകുന്ന രീതിയിൽ, അതായത് ഒരു സിനിമ കാണുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് ഒരു പ്ലെയർ എന്നുള്ള നിലയിൽ നമുക്ക് കിട്ടുന്നത്. ലാസ്റ്റ് ഓഫ് അസ് നടക്കുന്നത് ഒരു പോസ്റ്റ് അപ്പക്കലിപ്റ്റിക് വേൾഡിലാണ്, ഒരു സോംബി ഇൻഫെസ്റ്റഡ് ആയിട്ടുള്ള പോസ്റ്റ് അപ്പക്കലിപ്റ്റിക് വേൾഡിലാണ്. അപ്പോൾ ഇതൊരു സോംബി സർവൈവൽ ഗെയിം മാത്രമായിട്ട് വിചാരിക്കും, പക്ഷെ അങ്ങനെയല്ല. ഇതിൽ കുറേ ആളുകളുടെ വളരെ റിച്ച് ആയിട്ടുള്ള സ്റ്റോറീസ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഓഫ് അസ് പാർട്ട് 1 പറ്റി പറയാം. അപ്പോൾ ലാസ്റ്റ് ഓഫ് അസ് പാർട്ട് 1 ജോയൽ മില്ലർ എന്നുള്ള ഒരു ക്യാരക്ടറിനെ ഫോക്കസ് ചെയ്താണ് ഈ ഒരു സ്റ്റോറി പോകുന്നത്. അപ്പോൾ ഈ ഒരാൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഡ്യൂട്ടിയാണ് എലി എന്ന് പറഞ്ഞൊരു കുട്ടിയെ ഒരു സ്ഥലത്തേക്ക് എത്തിക്കുക. അപ്പോൾ ഒരു പോസ്റ്റ് അപ്പക്കലിപ്റ്റിക് വേൾഡ് ആയതുകൊണ്ട് തന്നെ ഇവരുടെ ഈ ഒരു ജേർണിയിൽ പല റിസ്കുകൾ ഉണ്ടാവും, പല ഡേഞ്ചേഴ്സ് ഉണ്ടാകും. അപ്പോൾ ഈ റിസ്കുകളെല്ലാം ഇവരെങ്ങനെയാണ് ഒരുമിച്ചിരുന്ന ഒരു ടീമായിട്ട് നേരിടുന്നത്, ഇതിൻ്റെ ഇടയ്ക്കുള്ള ഇവരുടെ ബോണ്ടിങ് എങ്ങനെയാണ്, ഇവരുടെ കോൺവെർസേഷൻസ്, ഇതെല്ലാം ഇവരുടെ ഒരു ബോണ്ട് ബിൽഡ് ആവുന്നതൊക്കെ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ഒരു സ്റ്റോറി പോകുന്നത്. ആൻഡ് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഇതൊരു പോസ്റ്റ് അപ്പക്കലിപ്റ്റിക് വേൾഡ് ആണ്. അപ്പോൾ പല ടൈപ്പ് ഇൻഫെക്റ്റഡ്, അതായത് സോംബീസ് എന്നല്ല ഇതിൽ പറയുന്നത്, ഇൻഫെക്റ്റഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പല ഈ പറയുന്ന ക്രീച്ചേഴ്സും ഉണ്ടാകും. ആൻഡ് ഈ പറയുന്ന ഇൻഫെക്റ്റഡ് പല കാറ്റഗറീസ് ആണ്, പല ടൈപ്പ് ഉണ്ട്. ഷാംബ്ലർ അല്ലെങ്കിൽ ക്ലിക്കർ അല്ലെങ്കിൽ റണ്ണേഴ്സ്. അപ്പോൾ ഇതുപോലെയുള്ള പല രീതിയിലുള്ള ഇൻഫെക്റ്റഡ് ആണ്. ആൻഡ് ഈ പറയുന്ന സാധനങ്ങളായിട്ട് ഡീൽ ചെയ്യണമെങ്കിൽ പല സ്ട്രാറ്റജീസ് യൂസ് ചെയ്യണം. പോസ്റ്റ് അപ്പക്കലിപ്റ്റിക് വേൾഡ് ആയതുകൊണ്ട് തന്നെ നമ്മളുടെ കയ്യിലുള്ള റിസോഴ്സസ് ഭയങ്കര ലിമിറ്റഡ് ആയിരിക്കും. അപ്പോൾ നമ്മളുടെ കയ്യിലുള്ള ആമോ വെച്ച് ഇതെങ്ങനെ ഡീൽ ചെയ്യുന്നു, ഇതുപോലെയുള്ള ഡേഞ്ചേഴ്സ് ഒക്കെ നമ്മൾ എങ്ങനെ സർവൈവ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു ഗെയിമിന്റെ വേറെ ഒരു സൈഡ്. ഈ ഒരു ജേർണിയിൽ ഇവർ പല ആളുകളെയും മീറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ മീറ്റ് ചെയ്യുന്ന ആളുകൾക്ക് അവരവരുടേതായ കഥകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം ഒരു സൈഡിലിരിക്കട്ടെ. ഒരു പോയിന്റ് എത്തുമ്പോൾ നമുക്ക് തോന്നും ഈ ഗെയിം ഭയങ്കര ക്യൂട്ടാണെന്ന്, എസ്പെഷ്യലി എലിയുടെയും ജോയലിന്റെയും ഈ ഒരു കോൺവെർസേഷൻസും ഇന്ററാക്ഷൻസ് ഒക്കെ കാണുമ്പോൾ. അങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും ഈ ഗെയിം നമ്മളെ പേടിപ്പിച്ച് പണ്ടാരടക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് ഒരു പോയിന്റ് എത്തുമ്പോഴായിരിക്കും ഈ ഗെയിം നമ്മളെ ഇമോഷണലി ഹിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാത്തരം ഇമോഷൻസും, സങ്കടം, സന്തോഷം, പേടി, ഇതുപോലെയുള്ള എല്ലാ ഇമോഷൻസും തരുന്ന ഒരു പാക്കേജാണ് ലാസ്റ്റ് ഓഫ് അസ്. അപ്പോൾ ഇതാണ് പീക്ക് ലെവൽ ഓഫ് ഗെയിമിംഗ് എന്ന് നമ്മൾ റിയലൈസ് ചെയ്ത് നിൽക്കുന്ന ഒരു പോയിന്റിലായിരിക്കും ഈ ഗെയിം അവസാനിക്കുന്നത്. അപ്പോൾ ഇത് അവസാനിച്ച് കഴിയുമ്പോൾ നമ്മൾ അഡിക്റ്റഡ് ആണ്, എന്തായാലും ചാപ്റ്റർ 2 കളിച്ചാലേ മതിയാകുള്ളൂ എന്നുള്ളൊരു പോയിന്റിലെത്തും. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്റർ 2 വരാം. ചാപ്റ്റർ 1 കളിച്ച് എക്സ്പെക്ടേഷനൊക്കെ ഈ ഒരു ലെവലിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ ചാപ്റ്റർ 2 എത്തുന്നത്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ ടൈം ആ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാൻ പറ്റാറില്ല ഒരു സെക്കൻഡ് പാർട്ട് വരുമ്പോൾ. പക്ഷെ എന്നെ സംബന്ധിച്ച് ചാപ്റ്റർ 2 വാസ് അമേസിങ്. കാരണം എനിക്ക് ചാപ്റ്റർ 1 ഏറ്റവും ഇഷ്ടപ്പെട്ട ചാപ്റ്റർ 1 എന്ന് മാത്രമല്ല, ഞാൻ ഇതുവരെ കളിച്ച ഗെയിമുകളിൽ എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഗെയിംസ് ആണ് ലാസ്റ്റ് ഓഫ് അസ് ചാപ്റ്റർ 2. അപ്പോൾ ലാസ്റ്റ് ഓഫ് അസ് ചാപ്റ്റർ 2 ഇറങ്ങിയപ്പോൾ ഒരുപാട് കോൺട്രവേഴ്സീസ് ഉണ്ടായിരുന്നു. കാരണം കുറേ ആളുകൾക്ക് ഈ ഗെയിം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ആൻഡ് വേറെ കുറേ ആളുകൾക്ക് ഈ ഗെയിം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് ഞാൻ ഈ ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗെയിമിൻ്റെ സ്പെഷ്യാലിറ്റിയിലേക്ക് വരാം. ഈ ഒരു ഗെയിം ഫോക്കസ് ചെയ്യുന്നത് എലിയുടെ സ്റ്റോറിയാണ്. എലി ഇപ്പോൾ ഒരു കുട്ടിയല്ല, എലി ഈസ് ആൻ അഡൾട്ട് നൗ. അപ്പോൾ എലിയുടെ ഒരു സ്റ്റോറി ഓഫ് റിവെഞ്ച് ആണ് ഈ ഒരു ഗെയിം മൊത്തം. അപ്പോൾ ഗെയിമിൻ്റെ സ്റ്റാർട്ടിങ് കുറച്ച് കഴിയുമ്പോൾ തന്നെ ആബി എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ എലിയും ആബിയും തമ്മിലുള്ള ക്ലാഷ് ആണ് ഈ ഒരു ഗെയിമിൽ ത്രൂ ഔട്ട് കാണിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു ഇനീഷ്യൽ ഫേസ് ഓഫ് ദ ഗെയിം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നും എലിയുടെ ഭാഗം ഇസ് കംപ്ലീറ്റ്ലി ജസ്റ്റിഫയബിൾ. കാരണം എലിയുടെ സ്ഥാനത്ത് നമ്മളാണെങ്കിലും എലി ചെയ്യുന്നത് പോലെയൊക്കെ തന്നെ ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു എലിയുടെ ആ ഒരു റിവെഞ്ച് സ്റ്റോറിയിലേക്ക് നമ്മൾ ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റഡ് ആവും. ഇതിലപ്പോൾ ആബി ആണല്ലോ വില്ലൻ ക്യാരക്ടർ. അപ്പോൾ എലിക്ക് ആബിയോടുള്ള ഈ ഒരു റിവെഞ്ചിന്റെ ജേർണിയിൽ നമ്മൾ ഭയങ്കര ഡെസ്പറേറ്റ് ആകും, എത്രയും പെട്ടെന്ന് റിവെഞ്ച് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ജേർണിയിൽ എലി ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് ജസ്റ്റിഫയബിൾ ആയിട്ട് തോന്നും, അതെല്ലാം വാലിഡ് ആണ്. കാരണം ഇതിനെല്ലാം വാലിഡ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള റീസൺസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ ഗെയിം കംപ്ലീറ്റ്ലി ടോൺ മാറ്റും. അതായത് ഇറ്റ് ഫോഴ്സസ് അസ് ടു പ്ലേ ആസ് ആബി. അതായത് പിന്നെ നമ്മൾ കാണുന്നത് ആബിയെയാണ്. എലിയുടെ പാർട്ട് അവിടെ കഴിഞ്ഞു, എലിയെ പിന്നെ കാണുന്നില്ല. നമ്മൾ പിന്നെ ആബി ആയിട്ടാണ് ഗെയിം പ്ലേ മൊത്തം പോകുന്നത്. ഓക്കെ, അപ്പോൾ ആബിക്ക് പല ആളുകളായിട്ടുള്ള റിലേഷൻസ് എന്താണ്, ആബിയുടെ ലൈഫ് എങ്ങനെയാണ് എന്നുള്ള പല കാര്യങ്ങളും നമ്മൾ എക്സ്പ്ലോർ ചെയ്യും. ആബിയുടെ പേഴ്സ്പെക്റ്റീവിൽ നിന്ന് സ്റ്റോറി കാണാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഇറിറ്റേറ്റഡ് ആവും. ഞാൻ ഇറിറ്റേറ്റഡ് ആയി. കാരണം
എലിയുടെ ആ ഒരു റിവെഞ്ച് സ്റ്റോറിയിൽ നമ്മൾ ഏറ്റവും ഇൻവെസ്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു പോയിന്റിൽ എത്തുമ്പോഴാണ് കംപ്ലീറ്റ് സ്റ്റോറി മാറി ടോട്ടലി വേറെ ഒരാളുടെ പേഴ്സ്പെക്റ്റീവ് കാണാൻ തുടങ്ങുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതൊന്ന് വേഗം തീർന്നിരുന്നെങ്കിൽ എനിക്ക് എലിയുടെ ബാക്കിയുള്ള കണ്ടിന്യൂവേഷൻ കളിക്കാം എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ഇവിടെയുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആബിയുടെ സ്റ്റോറിയിൽ ആബിക്ക് ക്ലോസ് ആയിട്ടുള്ള പല ആളുകളെയും കാണുന്നുണ്ട്, ആബിയുടെ റിലേഷൻസ് വിത്ത് മെനി പീപ്പിൾ, ഇതെല്ലാം നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴേക്കും നമുക്കൊരു പോയിന്റിൽ എത്തുമ്പോൾ മനസ്സിലാകും നമ്മുടെ എലിയുടെ പേഴ്സ്പെക്റ്റീവിൽ നിന്ന് നമ്മൾ കളിക്കുമ്പോൾ നമ്മൾ ഹേർട്ട് ചെയ്യുന്ന പല ആളുകളും ആബിയുടെ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആണ്. ആബിക്ക് അത്രയും ഡിയർ ആയിട്ടുള്ള കുറെ ആളുകൾ ഉണ്ടായിരുന്നു. ഈവൻ ഒന്നും വേണ്ട, ചെറിയ ചെറിയ ഡീറ്റെയിൽസ്, അതായത് ആബിയുടെ ഒരു പട്ടി, ആബിക്ക് അത്രയധികം ഇഷ്ടമുള്ള ഒരു പട്ടിയുണ്ട്. ഈ പട്ടി എലിയെ അറ്റാക്ക് ചെയ്യാൻ വന്നപ്പോൾ നമ്മൾ എലിയുടെ പേഴ്സ്പെക്റ്റീവിൽ നിന്ന് കളിക്കുമ്പോൾ അതൊരു എനിമിയാണ്, വേറെ ഒന്നും നമ്മൾ ചിന്തിക്കുന്നില്ല, അതിനെ നമ്മൾ കൊന്നു കളയും. പക്ഷെ നമ്മൾ ആബിയുടെ ഒരു പേഴ്സ്പെക്റ്റീവിൽ നിന്ന് കാണുമ്പോൾ ഇത്രയും അധികം ആബിക്ക് സ്നേഹം ഉണ്ടായിരുന്ന ഒരു ജീവനെയാണ് നമ്മൾ കുറച്ചു നേരം മുമ്പ് എലി എന്നുള്ള ഒരാളുടെ പേഴ്സ്പെക്റ്റീവിൽ നിന്ന് നോക്കുമ്പോൾ കൊന്നു കളഞ്ഞത് അല്ലോ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഒരു വിഷമം തോന്നും. ആബിയുടെ പേഴ്സ്പെക്റ്റീവിൽ നിന്നുള്ള ഗെയിം പ്ലേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇറിറ്റേറ്റഡ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിലും കുറച്ച് കഴിയുമ്പോഴേക്കും ആബിയും ആബിയുടെ ചുറ്റുമുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ആയിട്ട് നമ്മൾ ഇമോഷണലി കണക്ട് ആവും. അപ്പോൾ നമ്മൾ ആബിയുടെ ഈ ഒരു സ്റ്റോറിയിൽ ഇൻവെസ്റ്റഡ് ആവും. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ എലി ആയിരുന്നപ്പോൾ എലിയുടെ പേഴ്സ്പെക്റ്റീവിൽ നമ്മൾ ഗെയിം കളിച്ചപ്പോൾ ചെയ്ത പല കാര്യങ്ങൾ ഓർത്ത് നമ്മൾ ഇപ്പോൾ റിഗ്രറ്റ് അടിക്കാൻ തുടങ്ങും. ആൻഡ് ഇതാണ് ഈ ഗെയിം ത്രൂ ഔട്ട് ചെയ്യുന്നത്. രണ്ട് പേരുടെ പേഴ്സ്പെക്റ്റീവ്സിൽ നിന്ന് ചിന്തിക്കുമ്പോൾ രണ്ട് പേര് ചെയ്യുന്ന കാര്യങ്ങൾക്കും അതിൻ്റെതായ സ്ട്രോങ് ആയിട്ടുള്ള വാലിഡ് റീസൺസ് ഉണ്ട്. രണ്ടുപേര് ചിന്തിക്കുന്ന രീതികൾ അതിനും അതിൻ്റെതായ ജസ്റ്റിഫിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ സെക്കൻഡ് ഹാഫ് മൊത്തം ആബിയുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് ഈ ഗെയിം കളിച്ചു കഴിയുമ്പോഴേക്കും നമുക്ക് എലിയുടെ ആ ഒരു റിവെഞ്ച് സ്റ്റോറി വേണ്ട, റിവെഞ്ച് ഒന്നും വേണ്ട എന്നുള്ള രീതിയിൽ തോന്നി തുടങ്ങും. ആരുടെ ഭാഗത്ത് നിൽക്കണം, ആരുടെ ഭാഗത്താണ് കൂടുതൽ ശരി എന്നുള്ളതായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗെയിമിനെ നമ്മളെ കൊണ്ട് ഇങ്ങനെ ചിന്തിപ്പിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഗെയിമിന്റെ ഏറ്റവും വലിയ സക്സസ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. ആൻഡ് ഈ ഗെയിമിന്റെ ഒരു ക്ലൈമാക്സ് ലെവലിലേക്കൊക്കെ എത്തിക്കഴിയുമ്പോഴേക്കും ഗെയിം കളിക്കുന്ന ആളെന്നുള്ള രീതിയിൽ നമ്മൾ ബ്രോക്കൺ ആകും. കാരണം നമുക്ക് അറിയില്ല ഇത് ആരുടെ കൂടെ നിൽക്കേണ്ടത്, നമ്മൾ ഹെൽപ്ലെസ് ആണ്. പക്ഷെ ദ ഗെയിം ഫോഴ്സസ് അസ് ടു പ്ലേ, അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാ ഗെയിമും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു എൻഡിങ് വരണം എന്നില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ ഹാപ്പി ആയിട്ട് എൻഡ് ചെയ്യണം എന്നില്ല, പല രീതിയിൽ എൻഡ് ചെയ്യാം. ആൻഡ് ഈ ഗെയിം ഇറ്റ് ബ്രോക്ക് ഓൾ ദ സ്റ്റീരിയോ ടൈപ്സ്. എനിക്ക് അതുകൊണ്ട് തന്നെയാണ് ഈ ഗെയിം ഇത്ര അധികം സ്പെഷ്യൽ ആയിട്ട് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം സ്റ്റോറിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ ഒരു ഗെയിം ഇത്ര അധികം റിയലിസ്റ്റിക് ആക്കാൻ വേണ്ടി ഇതിന്റെ ഡെവലപ്പേഴ്സ് എത്രത്തോളം ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് ഇതിന്റെ ചെറിയ ചെറിയ ഡീറ്റെയിൽസ് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ 2-3 എക്സാമ്പിൾ പറയാനാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ഗൺ ഫൈറ്റിന്റെ ഇടയിൽ നിൽക്കുകയാണ്, നമ്മളുടെ ആമോ തീർന്നുപോയി, ബുള്ളറ്റ് തീർന്നുപോയി. അപ്പോൾ റീലോഡ് ചെയ്യാൻ നോക്കുമ്പോൾ പറ്റില്ലല്ലോ. അപ്പോൾ എനിമീസ് ഇത് കേട്ടിട്ട് അവർ തമ്മിൽ സിഗ്നൽ കൊടുക്കും, ഷീ ഈസ് ഔട്ട് ഓഫ് ആമോ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട്. I heard that. All out, huh? അതുപോലെ തന്നെ നമ്മൾ ഗൺ ഫൈറ്റ് ചെയ്യുമ്പോൾ എനിമീസിന് അവർ തമ്മിലുള്ള ഒരു ബോണ്ട് ഉണ്ട്, അവർ തമ്മിൽ ഓരോ ആളുകൾക്കും പേരുണ്ട്. ആൻഡ് ഒരാൾ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ ആള് അയാളുടെ പേര് വിളിച്ച് കരയുന്നത് നമുക്ക് കേൾക്കാം. അതുപോലെ ഓരോരുത്തരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ, എലി, ജോയൽ, ആബി, ആരെ നോക്കിയാലും ഈവൻ മൈക്രോ എക്സ്പ്രഷൻസ് പോലും എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ഈ ഒരു ഗെയിമിൽ ചെയ്തിരിക്കുന്നതെന്ന് നമ്മൾ ഈ ഒരു ഗെയിം കളിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഇതൊക്കെ കൊണ്ട് തന്നെ ഇതുപോലെയുള്ള ഞാനിപ്പോൾ 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെയുള്ള പല കാര്യങ്ങൾ കൊണ്ടും ഈ ഗെയിം പെർഫെക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ലാസ്റ്റ് ഓഫ് അസ് 2 മാത്രമല്ല, ലാസ്റ്റ് ഓഫ് അസ് 1. ഇനിയും ഞാൻ എണ്ണിപ്പെറുക്കി ഈ ഒരു വീഡിയോന്റെ ലെങ്ത് കൂട്ടുന്നില്ല. പറയാനാണെങ്കിൽ ഈ ഗെയിമിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ എന്തായാലും ഇഫ് യു ആർ എ പേഴ്സൺ ഹു ലൈക്സ് പ്ലേയിങ് വീഡിയോ ഗെയിംസ്, ഈ ഗെയിം എന്തായാലും നിങ്ങൾ കളിക്കണം. ഇറ്റ് വിൽ ബി ആൻ അമേസിംഗ് എക്സ്പീരിയൻസ് ഫോർ യു. ആൻഡ് ഇഫ് യു ലൈക്ക് കോണ്ടന്റ്സ് ലൈക്ക് ദിസ്, ഇതുപോലെയുള്ള ഗെയിമിംഗ് അപ്ഡേറ്റ്സ്, ഗെയിമിംഗ് റിവ്യൂസ് എല്ലാം ഞാൻ ഈ ഒരു ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഓക്കെ, ബൈ.